ഹേ ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഫ്ലെയർഡ് അംബ്രല്ല പലാസോ കട്ടിംഗ് വീഡിയോ ആണ്. ഇതിന്റെ കുർത്തി കട്ടിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതും കൂടി പോയി കണ്ടോളൂ. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഷിമ്മർ നെറ്റ് ആണ്. ഇതിന്റെ ലൈനിങ് വന്നിട്ട് ക്രേപ്പ് ആണ്. 2 മീറ്റർ ഷിമ്മർ നെറ്റും 1.25 മീറ്റർ ക്രേപ്പുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ ഒരു പേപ്പർ വെച്ചാണ് ഫോൾഡിംഗ് കാണിച്ചു തരുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തുണിയെ 2ആയി മടക്കി ഒരു സൈഡിനെ ഉള്ളിലേക്ക് മടക്കി 3 കോണായി വരുന്ന രീതിയിൽ ആക്കുക. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വേസ്റ്റ് വരുന്നത്. ഈ സൈഡിലൂടെയാണ് ക്രോച്ച് വരുന്നത്. ഇതേപോലെ തുണിയെ മടക്കിയെടുക്കാം. 3 കോണായി ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി വേസ്റ്റ് അളവ് കണക്കാക്കാം. വേസ്റ്റ് വന്നിട്ട് 22 ഇഞ്ചാണ്. അതിന്റെ 4/1 ഭാഗം 5.5 ഇഞ്ച് എടുത്ത് അതിന് 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 7.5 ഇഞ്ച് കിട്ടും. ഈ 7.5 ഇഞ്ചാണ് വേസ്റ്റിലേക്ക് വെക്കേണ്ടത്. ഈ 2 ഇഞ്ച് കൂട്ടുന്നത് ഇലാസ്റ്റിക് വെക്കുമ്പോൾ വലിയാൻ വേണ്ടിയിട്ടാണ്. ഇനി കോണിൽ നിന്നും താഴേക്ക് 10 ഇഞ്ചിൽ 2 സൈഡും മാർക്ക് കൊടുത്ത് കറക്റ്റ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേ 7.5 ഇഞ്ച് തന്നെ താഴേക്കും, അതായത് ക്രോച്ചിലേക്കും മാർക്ക് ചെയ്യാം. സൈഡിൽ നിന്നും 2 ഇഞ്ച് വിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇത് 1.5 ഇഞ്ചിൽ ക്രോച്ച് കർവ് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് വന്നിട്ട് 29 ഇഞ്ചാണ്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കൂട്ടുന്നില്ല, കാരണം ഇലാസ്റ്റിക്കിന് വേണ്ടി എക്സ്ട്രാ വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടുന്നില്ല. വീഡിയോയിൽ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് പെട്ടിട്ടില്ല, അത് നിങ്ങൾ നോക്കി വരച്ചാൽ മതി. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനുള്ള വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാം. അതിനായി ഒരു തുണിയെ നേരെ നിവർത്തി വെച്ച് വേസ്റ്റ് അളവ് 22 ഇഞ്ചിന് 8 ഇഞ്ച് കൂട്ടി 30 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ബാൻഡിന്റെ വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. നേരത്തെ ലൈനിങ് ഫാബ്രിക് ഫോൾഡ് ചെയ്ത അതേ രീതിയിൽ മെയിൻ ഫാബ്രിക്കും ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 കോണിലായി ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ലൈനിങ് ഫാബ്രിക് അതേപോലെ നിരത്തി വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, ലൈനിങ്ങിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ വേണം മെയിൻ ഫാബ്രിക് എടുക്കാൻ. ഇനി അടുത്തതായി നമുക്ക് ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാം. കസ്റ്റമർ ദുപ്പട്ട വേണമെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് എന്നാലും കുറെ വേസ്റ്റ് തുണി ബാക്കിയുള്ളതിനാൽ ഒരു സൈഡിൽ നിന്നും ദുപ്പട്ടയും കൂടി സെറ്റ് ആക്കുകയാണ്. 1.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇവിടെ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നത്. 12 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. ഞാൻ ഇവിടെ ദുപ്പട്ടയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ, ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓർഡറുകൾക്കായി ഞങ്ങളുടെ Zlux എന്ന പേജിലോ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.